ഇന്ന് കുറച്ചധികം തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. കാരണം രാരുവിൻ്റെ അംഗനവാടിയിൽ ഇന്നാണ് ഓണപ്പരിപാടി. അപ്പം നമുക്ക് അവിടേക്കും കൂടി പോകേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് തൃക്കേട്ട ദിവസത്തെ പൂക്കളം വേഗം അങ്ങോട്ട് ഇട്ടാലോ. എല്ലാ ദിവസത്തെയും പോലെ മുക്കുറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കളം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ മന്ദാരാണ് കേട്ടോ വെക്കണത്. പിന്നെ അതിന് ശേഷം വെക്കണത് തെച്ചിപ്പൂവാണ്. തെച്ചിപ്പൂ സാധാരണ ഇവിടെ അമ്പലത്തിലാണ് കൊടുക്കാറ്. തെച്ചിപ്പൂ പൂക്കളത്തിൽ അങ്ങനെ ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം പൂവ് കുറവായതുകൊണ്ട് പിന്നെ അമ്പലത്തേക്ക് പൂ കൊണ്ടുപോകണ മാമയാണെങ്കിൽ ഇപ്പോൾ വരാറില്ല, കുറച്ചായി വന്നിട്ട്. അതുകൊണ്ട് പൂവൊക്കെ വാടിപ്പോവാണ്. ഏതായാലും നമ്മുടെ പൂവ് ഇല്ലാത്ത സ്ഥിതിക്ക് തെച്ചിപ്പൂവ് എങ്കിൽ തെച്ചിപ്പൂവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് പൊട്ടിച്ചത്. എന്തായാലും അടുത്ത ലെയറായിട്ട് തെച്ചിപ്പൂവ് തന്നെ വെച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെയുള്ള കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കുളിയും കഴിഞ്ഞിട്ട് പൂവിടാനിരിക്കുന്നത്. പിന്നെ എനിക്ക് പണിയുള്ളത് എന്താന്ന് വെച്ചാൽ ഇന്ന് അംഗനവാടിക്ക് പോകുമ്പോഴേക്കും സെറ്റ് മുണ്ട് ഉടുക്കാനുണ്ട്. അത് ഒന്നൊന്നര പണിയാണ് കേട്ടോ എനിക്ക്. കാരണം എനിക്ക് സാരി ആയാലും സെറ്റ് മുണ്ടായാലും എന്തായാലും കുറേ സമയം വേണം. അങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് മടക്കി. ഇന്നലെ പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഉടുത്ത് വരാൻ കുറച്ച് സമയം എടുക്കും. നാളെ പറ്റുകയാണെങ്കിൽ അംഗനവാടിയിലത്തെ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഓണപ്പരിപാടിയുടെ വീഡിയോ ഇടാം. കാരണം പലരുടെയും ഫോണിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടോ നോക്കിയിട്ട് മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഉള്ളത് എന്തായാലും ഇടാനായിട്ട് ഞാൻ നോക്കാം. ഞങ്ങളുടെ വേഷമൊക്കെ കാണാൻ ആരൊക്കെ മുണ്ടെടുത്തിട്ടാണ് കുഞ്ഞു കുട്ടികൾ. ഞങ്ങൾ പണ്ട് ഓണാഘോഷ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കോളേജിലൊക്കെ എത്തിയിട്ട് മാത്രമാണ് ആൺകുട്ടികൾ മുണ്ടൊടുക്കലായാലും പെൺകുട്ടികൾ സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ ധാവണിയൊക്കെ കൊടുക്കണത് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ന് അംഗനവാടിക്ക് വരെ കുട്ടികൾ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് പോകണു. പിന്നെ പോരാത്തതിന് പെൺകുട്ടികൾ സാരി വരെ ഉടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തല്ലേ കാലം മാറില്ല. ഇപ്പോഴേ ഇതാണ് സ്ഥിതി. ഇനി ഇവർ വളർന്നൊക്കെ വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി, എന്തായിരിക്കും മാറ്റങ്ങൾ എന്നൊന്നും ഒരു പിടിയില്ലാത്ത കാലമാണ്. എന്തായാലും നാടോടുമ്പോൾ നടുവേ ഓടുക എന്നല്ലേ പറയുക. നമുക്കും അങ്ങോട്ട് പിന്നാലെ അങ്ങോട്ട് ഓടുക, അല്ലാണ്ട് അപ്പം എന്താ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ പൂക്കളം ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ദിനത്തെ പൂക്കളം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്രയും കൂടി ഇല്ല കേട്ടോ ഈ പൂക്കളം. അതങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. പൂക്കളം ഭയങ്കര എല്ലായിടത്തും പൂക്കളം വലുതായി വരുമ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തൃക്കേട്ട ദിവസത്തെ പൂക്കളം. ഞങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പൂക്കളം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളത്തെ പൂക്കളായിട്ട് നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബായ്.